അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ആളുകളുടെ പാദരക്ഷകളാണ് നമ്മൾ കാണുന്നത്. ചെരുപ്പുകളാണ് ഓടിപ്പോയ ആൾക്കൂട്ടത്തിന്റെ ചെരുപ്പുകളാണ് നമ്മൾ കാണുന്നത്. എത്രമാത്രം ആളുകളാണ് ദുരിതത്തിന്റെ ഭാഗമായിട്ട്. നോക്കൂ, മാതൃഭൂമി ന്യൂസിലൂടെ നമ്മൾ കരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ബിജു ഭാസ്കർ പകർത്തിയിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ മാത്രമാണ്. ആ ദുരന്തത്തിന്റെ ശേഷിപ്പാണ് നമ്മൾ കാണുന്നത്. അവിടെ നോക്കൂ, അത്രമാത്രം ചെരുപ്പുകൾ അവിടെ ജീവനമായിട്ട് ഓടി രക്ഷപ്പെടുന്നിടയിൽ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ചെരുപ്പുകൾ ഉൾപ്പെടെയാണ് നമ്മൾ കാണുന്നത്. കരൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. കരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസിൽ മാത്രമാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുക. അവിടെ റാലി നടന്ന ഇടമാണത്. അവിടെ നിന്നും ജനങ്ങൾ ഓടിപ്പോകുമ്പോൾ അവിടെ ചെരുപ്പുമൊക്കെ അവിടെ ഊരിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അവിടെ ഇപ്പോൾ വിജനമാണ്. നേരത്തെ ലക്ഷക്കണക്കിന് 1 ലക്ഷത്തോളം പോരുന്ന ആളുകൾ എത്തിച്ചേർന്നിട്ടുള്ള ഇടമാണ് അവിടെയാണ് നമ്മൾ നേരത്തെ മണ്ണിട്ടാൽ താഴെ വീഴാത്ത വണ്ണം ആളുകളെ നമ്മൾ കണ്ടത്. ആ സ്ഥലം ഇപ്പോൾ വിജനമായിരിക്കുന്നു. ബാക്കിയാകുന്ന ഇങ്ങനെ കുറെ ചെരുപ്പുകൾ മാത്രമാണ്. എത്ര പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്? നമുക്ക് 38 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നുണ്ട്. അവരാരൊക്കെ എന്നുള്ള വിവരം ഇപ്പോഴും ലഭ്യമായിട്ടില്ല. ഇത് മാതൃഭൂമി ന്യൂസിൽ മാത്രം പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങളാണ്. കരൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇത് മാത്രം മതി ആ ദുരന്തത്തിന്റെ ആഴം, ദുരന്തത്തിന്റെ വ്യാപ്തി അത് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാകാൻ. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ഈ രാജ്യം കണ്ടിട്ടുള്ള സമാനതകളില്ലാത്ത ദുരന്തങ്ങളിലൊന്നാണ് കരൂരിൽ നടന്നിരിക്കുന്നത്. ആൾക്കൂട്ടത്തിൽ വിജയെ കാണാനായി എത്തിയിട്ടുള്ള ആൾക്കൂട്ടം തിങ്ങി ഞെരുങ്ങി ആൾക്കൂട്ടത്തിന് തിക്കിലും തിരക്കിലും പെട്ട് ശ്വാസം കിട്ടാതെ പിടഞ്ഞു വീണ് മരിച്ച 38 മനുഷ്യന്മാരുണ്ട്. നിരവധി ആളുകൾ ഇപ്പോഴും 40-ൽ പരം ആളുകൾ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ്. മരിച്ച 8 കുഞ്ഞുങ്ങളുണ്ട്. ആളുകളൊക്കെയും ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. പ്രാണനും കൊണ്ട് പാഞ്ഞു പോയിട്ടുള്ള ആളുകളുടെ ശേഷിപ്പാണ്, ആളുകൾ ഓടി രക്ഷപ്പെട്ടതിന്റെ ശേഷിപ്പാണ് നമ്മളിപ്പോൾ ആ ഭൂമിയിൽ കാണുന്നത്. ദുരന്ത ഭൂമിയുടെ ദൃശ്യങ്ങളാണിത്. കരൂരെന്ന ദുരന്ത ഭൂമിയിൽ നിന്നും പ്രേക്ഷകർ കാണുന്ന ആദ്യ തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടേത്. കരൂരിലെത്തിയിട്ടുള്ള നിലവിൽ കരൂരിൽ നിന്നും ഈ ദൃശ്യങ്ങൾ തത്സമയം പകർത്തുന്ന മാതൃഭൂമി ന്യൂസ് മാത്രമാണ്. ഇതാണ് ഈ ദുരന്ത ഭൂമി. ആ ദുരന്ത ഭൂമിയുടെ ആദ്യ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യന്തം വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ഉള്ളുലയ്ക്കുന്ന കാഴ്ച തന്നെയാണ് ബാക്കിയാകുന്ന പാതകങ്ങൾ അത്രയും. ഈ ആളുകളൊക്കെയും ഇവരിൽ എത്ര പേർ ഈ അഴിച്ചിട്ട ചെരുപ്പുകൾ നമ്മൾ കാണുന്നുണ്ട്. എത്ര പേർ ജീവനോടെ ഇന്നുണ്ട്, എത്ര പേർ ആശുപത്രിയിൽ പരിക്കേറ്റ് കിടക്കുന്നുണ്ട്, ഇതൊന്നും നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. മനു, ബിജു ഭാസ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ പകർത്തിയിട്ടുള്ള ഞങ്ങളുടെ റിപ്പോർട്ടർ ഹരീഷ് ഉൾപ്പെടെയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അവർ പകർത്തിയിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് വേദനിപ്പിക്കുന്ന കരളലിയിക്കുന്ന ദൃശ്യങ്ങളാണ്. ആ ദുരന്ത ഭൂമിയാണത്. കരൂർ എന്ന ദുരന്ത ഭൂമിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ TVKയുടെ പതാകയുടെ ബാക്കി പത്രങ്ങളൊക്കെ, കൊടിയുടെ ബാക്കി പത്രങ്ങളൊക്കെ നമുക്ക് കാണാം. തമിഴക വെട്ടുകഴകത്തിന്റെ പ്രചാരണ പരിപാടിക്കിടെ ഉണ്ടായിട്ടുള്ള വലിയ ദുരന്തത്തിന്റെ ശേഷിപ്പാണിത്. അവിടെ ആളുകൾ മറ്റാരും ഇപ്പോഴില്ല. അവിടെ ഇപ്പോൾ മറ്റാരുമില്ല, വിജനമാണ്. പോലീസുണ്ട്, പോലീസ് വാഹനവും നമുക്ക് കാണാം. ഈ ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് പരിഭ്രാന്തരായി ഓടിയെടുത്തെന്നു. ഇവരിൽ എത്ര പേർ ഇന്ന് ജീവനോടെ ഉണ്ടെന്ന് നമുക്കറിയില്ല. കരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ആദ്യമായിട്ടാണ് മലയാളി പ്രേക്ഷകർ ഇത് കാണുന്നത്. അവിടേക്ക് നിലവിൽ എത്തിയിട്ടുള്ള ഒരേ ഒരു മലയാള വാർത്താ ചാനൽ മാതൃഭൂമി ന്യൂസാണ്. ദുരന്തഭൂമിയുടെ കാഴ്ചയാണ്, ദുരന്തഭൂമിയുടെ ശേഷിപ്പാണിത്. ഇങ്ങനെയാണ് ഇപ്പോൾ കരൂരായിരിക്കുന്നത്. ഇവിടെ നേരത്തെ 2 ലക്ഷത്തോളം പോരുന്ന മനുഷ്യരുണ്ട് എന്നൊക്കെയുള്ള കണക്കുകളൊക്കെ വരുന്നുണ്ട്. എത്ര പേർ കൃത്യമായി എത്തിയെന്ന് നമുക്കറിയില്ല. ആളുകളൊക്കെ തിങ്ങി നിറഞ്ഞിരുന്ന സ്ഥലമാണത്. അവരൊക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.